إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ മുഴുവൻ നിയോഗിച്ച് അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന തൗറാത്തിലും ഇഞ്ചീലിലും മറ്റേടുകളിലും അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, അത് അല്ലാഹുവിന്റെ കിതാബിൽ ഖുർആനിൽ അതിലെ മുഫസ്സലുകളായ സുവറുകളിൽ അതിന്റെ മുഴുവൻ സാരാംശം അതാണ്. ആ സൂറത്തുകളുടെ എല്ലാം ആകത്തുക സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മുഴുവൻ സാരാംശമടങ്ങിയിരിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലുമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്തു ചെയ്യുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചു വരുന്നതാണ് അമ്പിയാക്കളുടെ ദഅവത്തിന്റെ ആകത്തുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഇത് വിവരിക്കുന്നത് കാണാം. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദുവിന്റെ കൂടെ ഇയ്യാക നസ്തഈൻ എന്നതുകൂടി അല്ലാഹു ചേർത്തു പറഞ്ഞത്? ഇബാദത്തുകൾ അല്ലാഹുവിനു മാത്രമായി സമർപ്പിക്കുന്ന ഒരു അടിമ, അതിന്റെ കൂടെ ഇയ്യാക നസ്തഈൻ എന്നതുകൂടി ചേർത്തു പറയാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വകസീറൻ മാ യഖ്രിനു നാസു ബൈന റിയാഇ വൽ ഉജുബ്, ജനങ്ങളിൽ അധികവും അവരിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് റിയാഉം ഉജുബും. മറ്റുള്ളവരെ കാണിക്കാനും കേൾപ്പിക്കാനും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാനും വേണ്ടി ലോകമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് അവരുടെ ഇബാദത്തുകളെ തകർത്ത് കളയും. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും ഒരു അമല് ചെയ്യുന്നു, ആ അമലിൽ ഞാനല്ലാത്ത മറ്റാരെയെങ്കിലും പങ്കു ചേർക്കുന്നുവെങ്കിൽ അവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ വെടിഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന് പങ്കുവച്ചിട്ടുള്ള ഇബാദത്ത് ആവശ്യമില്ല. എന്താണ് റിയാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നു. ഒരു മനുഷ്യൻ, അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നത്, ഒരു മനുഷ്യൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നമസ്കാരം ജനങ്ങൾ കാണുന്ന കാഴ്ചയിൽ ഒന്ന് ഭംഗി കൂട്ടുന്നുവെങ്കിൽ അതാണ് റിയാ എന്ന് പറയുന്നത്.
ഇങ്ങനെ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് കാണിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി, കീർത്തിക്ക് വേണ്ടി, ദിക്റിന് വേണ്ടി, ആളുകളുടെ വാക്കുകൾക്ക് വേണ്ടി പകുത്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഇബാദത്തുകൾ നശിച്ചു പോകുന്ന ഒരു കാര്യം. രണ്ടാമത്തത് മിൻ ബാബിൽ ഇശ്റാഖി ബിൻ നഫ്സ്. ഇത് കൂടാതെ ഇബാദത്തുകൾ തകർന്നു പോകുന്ന, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന, ചെയ്തു കൂട്ടിയ ഇബാദത്തുകളെല്ലാം തകർന്ന് തരിപ്പണമായി നഷ്ടകാരിയായി തീരുന്നതിന് കാരണമാകുന്ന രണ്ടാമത്തെ ഒന്നുകൂടിയുണ്ട്. അത് ഇശ്റാഖുൻ നഫ്സ്, സ്വന്തം നഫ്സിനെ അതിൽ പങ്കുചേർക്കുക എന്നുള്ളതാണ്. ഇശ്റാഖുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അതിനാണ് ഉജുബ് എന്ന് പറയുന്നത്. മിൻ ബാബിൽ ഇശ്റാഖി ബിൽ ഖൽഖ് വൽ ഉജുബ് മിൻ ബാബിൽ ഇശ്റാഖി ബിൻ നഫ്സ് ഫർരിയാഉ മിൻ ബാബിൽ ഇശ്റാഖി ബിൽ ഖൽഖ്. റിയാ എന്ന് പറയുന്നത് പടപ്പുകളെ, മറ്റുള്ളവരെ ഇബാദത്തിൽ പങ്കുചേർക്കലാണെങ്കിൽ, ഉജുബ് അവനവൻ ചെയ്തു കൂട്ടുന്ന ഇബാദത്തുകൾ കൊണ്ട് താൻ എന്തോ വലുതായിട്ടുണ്ട് എന്നുള്ള സ്വയമുള്ള തോന്നൽ, ഞാൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നു എന്ന് തോന്നുന്ന തോന്നലിലാണ് സ്വന്തം നഫ്സിനെ പങ്കുചേർക്കുന്നതുണ്ടാവുന്നത്. അത് ഇബാദത്തുകളെ തകർത്ത് കളയും. വഹാദാ ഹാലുൽ മുസ്തക്ബിർ ഫൽ മുറാഇ ലാ യുഹഖിഖു ഖൗലഹു ഇയ്യാക നഅ്ബുദ്. ഒന്നാമത്തേത് മുശ്രിക്, രണ്ടാമത്തേത് മുസ്തക്ബിർ. ഇബാദത്തുകളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കുന്ന ആ പ്രവർത്തിക്കാണ് ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നതെങ്കിൽ, സ്വന്തം നഫ്സിനെ അവനവനെ തന്നെ പങ്കുചേർത്തുകൊണ്ട്, സ്വന്തം നഫ്സിനെ പങ്കുചേർത്തുകൊണ്ട് താൻ ചെയ്തു വച്ചിരിക്കുന്നതൊക്കെ എന്തൊക്കെയോ ആണ് എന്ന് അവനവൻ വലുതായി തോന്നുന്ന തോന്നൽ, അതിനാണ് കിബിർ എന്ന് പറയുക. ഈ കിബിർ ഇബാദത്തുകളെ നശിപ്പിക്കും. ഒന്നാമത്തേത് അഥവാ ഇശ്റാഖു ബിൽ ഗൈർ, മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവൻ ഇയ്യാക നഅ്ബുദു എന്ന അല്ലാഹുവിന്റെ കലാമിനെ സാക്ഷാത്കരിക്കാത്തവനാണ്. നിന്നെ മാത്രം ഇബാദത്തുകൾ റബ്ബേ നിനക്കും മാത്രമാണ്, മറ്റാരും കാണാനല്ല, മറ്റാരും അറിയാനല്ല, വേറെ ആരിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതിഫലം ദുനിയാവിൽ നിന്ന് കിട്ടാനല്ല. ഇയ്യാക നഅ്ബുദ്. രണ്ടാമത്തേതോ വൽ മുഅ്ജിബ് ഔൽ മുസ്തക്ബിർ ലാ യുഹഖിഖു ഖൗലഹു ഇയ്യാക നസ്തഈൻ. എന്നാൽ സ്വയം ഇബാദത്തുകൾ കൊണ്ട് അഹങ്കാരം തോന്നുന്ന, താൻ എന്തോ വലുതായിട്ടുണ്ട് എന്ന് തോന്നുന്ന മുസ്തക്ബിർ, മുഅ്ജിബ്, അവനൊരിക്കലും ഇയ്യാക നസ്തഈൻ, റബ്ബേ ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ നിന്റെ സഹായം കൊണ്ട് മാത്രമാണ് കഴിയുന്നത്, നീ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഇബാദത്തുകൾക്ക് തൗഫീഖ് ലഭിക്കില്ല, ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന ഇയ്യാക നസ്തഈൻ എന്ന വാക്ക് സാക്ഷാത്കരിച്ചിട്ടില്ല. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരാൾ മുഅ്മിനും മുവഹ്ഹിദുമാകുന്നത്. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഇബാദത്തുകൾ തകർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നിർബന്ധമായി നമ്മോട് അല്ലാഹുവിന്റെ മുന്നിൽ മുനാജാത്തിന് വേണ്ടി നിൽക്കുന്ന, അവന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഈ കാര്യം ആവർത്തിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ഭംഗിയാക്കുന്നത്, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാക്കി തീർക്കുന്നത് ഈ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലാണ്. ഇതിലെവിടെയാണ് കുറവ് വരുന്നത്, അവിടെയാണ് നമ്മുടെ ഇബാദത്തുകൾ തകർന്നു പോവുകയും ചെയ്യുന്നത്. റമദാനിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന രാവും പകലും നമുക്ക് കഴിഞ്ഞുപോയി. ദീർഘമായി നമ്മൾ രാത്രികളിൽ നമസ്കരിച്ചു. ദീർഘമായ റുക്കൂഴുകളും സുജൂദുകളുമായി അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു, റുക്കൂഴ് ചെയ്തു. ഒരുപാട് അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് കഴിയുന്നത്ര പഠിക്കുകയും ആ തദബ്ബുറോടുകൂടി പഠിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് അവന്റെ കിതാബ്, അവന്റെ കലാമ് കഴിയുന്നത്ര പാരായണം ചെയ്യുകയും ചെയ്തു. 1, 2, 2-ലും അധികം തവണ
ഖതമ് തീർത്തവരൊക്കെ നമ്മുടെ ഇടയിലുണ്ടാകും. ഖുർആൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിച്ച് തീർത്തിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. മറ്റു മാസങ്ങളിലില്ലാത്ത തരത്തിൽ നമ്മുടെ കൈകൾ അഴഞ്ഞ് നമ്മൾ സഹായിച്ചവരാണ് ഈ മാസത്തിൽ. ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളൊക്കെയും സ്വതക്കക്ക് വല്ല ഒരു വഴിയും നമ്മുടെ മുന്നിൽ വന്നാൽ ശങ്കിച്ച് നമ്മൾ നിന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അത് കൊടുത്തു തീർക്കും. എന്നു മാത്രമല്ല, തെരഞ്ഞു പിടിച്ചുകൊണ്ട് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും അതിനും നമ്മൾ താല്പര്യം കാണിച്ചിരുന്നു. സ്വതക്ക ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്ന സമയമാണ്. പട്ടിണിക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ പട്ടിണി മാറ്റാൻ ജനങ്ങൾ നട്ടോട്ടമോടുന്ന സമയമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും. ഇങ്ങനെ ധാരാളമായി നമ്മൾ സ്വതക്ക ചെയ്തു, ധാരാളമായി നമ്മൾ നമസ്കരിച്ചു. ഫർളുകളിൽ ഒരു വീഴ്ചയും സംഭവിക്കാതിരിക്കാൻ, ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ള സമയമാണിത്. ജമാഅത്തുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, റവാത്തിബുകൾ പോലും അധികം ആളുകൾക്കും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ധാരാളമായി റവാത്തിബുകൾ നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചു. രാത്രി നമസ്കാരങ്ങൾ ദീർഘമായി നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചു. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ കഴിയുന്നത്ര അള്ളാഹുവിലേക്ക് അടുത്തു. നാവുകൾ ദിക്റുകൾ കൊണ്ട് നനഞ്ഞിരുന്ന സമയമായിരുന്നു. ഇതുപോലെ മറ്റു ദിനരാത്രങ്ങളിൽ കഴിഞ്ഞു പോയിട്ടില്ല. അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചെയ്യുന്ന, തസ്ബീഹ് ചെയ്യുന്ന, തഹ്ലീൽ ചെയ്യുന്ന, തക്ബീർ ചെയ്യുന്ന സമയമായിരുന്നു നമ്മളിൽ അധികം ആളുകളുടെയും സമയം. ഒരു തെറ്റായ ഒരു നോട്ടമോ തെറ്റായ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഏതെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ തന്നെ വന്നാൽ പോലും ഞാൻ നോമ്പുകാരനാണ് എന്നോർത്തുകൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു പോകാൻ, അധികം അതിലേക്ക് മുന്നിട്ടു പോകാതെ പിന്തിരിഞ്ഞു പോകാൻ നമുക്ക് പ്രേരണയുണ്ടായിരുന്നു. ഇങ്ങനെ ഖൈറാത്തുകൾ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന സമയമാണ് നമുക്ക് കഴിഞ്ഞു പോയത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നതോ അവസാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ. അവസാനം എന്നുള്ളത് വളരെ നിർണായകമാണ്. ഒരു മുഅ്മിൻ തന്റെ അമലുകൾ എങ്ങനെ തുടങ്ങുന്നു, തുടക്കത്തിൽ കാണിക്കുന്ന ആരംഭശൂരത്വവും അതിൽ കാണിക്കുന്ന ആവേശവുമല്ല, അതിനേക്കാൾ പരിഗണിക്കുന്ന കാര്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അന്ത്യം എങ്ങനെയാണ്? ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഇബാദത്തുകളുടെയും ജീവിതത്തിന്റെ മൊത്തത്തിലും അവസാനം നന്നാക്കി തീർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തുന്നത് കാണാം. അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതിൽ തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ 80 വയസ്സ് ഒരാൾക്ക് ആയുസ് കിട്ടിയാൽ ചെയ്തു തീർക്കാവുന്ന ഇബാദത്തുകൾ ഒറ്റ ഒരു രാത്രി കൊണ്ട് ചെയ്തു തീർക്കാം. അത്രയും ഫضല്, അത്രയും ശ്രേഷ്ഠത അന്നവൻ ചെയ്യുന്ന ഇബാദത്തുകൾക്കുണ്ട്. ആ ലൈലത്തുൽ ഖദർ 80 വർഷം, അല്പമല്ല, 80 വർഷകാലം ഒരാൾ ഇബാദത്തിൽ തന്നെ ആയിരിക്കുന്നു, നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ദിക്റുകളിലായി മുഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതുപോലെയാണ് ഒരൊറ്റ രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നാൽ ആ രാത്രി കൊണ്ട് കിട്ടുന്ന ഫള് ഇത് ചെറിയ കാര്യമല്ല. അപ്പോൾ റമളാൻ മൊത്തത്തിലെടുത്താൽ ഇബാദത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ. അത് തന്നെയും ലൈലത്തുൽ ഖദർ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ, ലൈലത്തുൽ ഖദർ കൂടി കിട്ടുമ്പോൾ ഒന്നുകൂടി ഒരു മാസക്കാലത്തിന്റേതല്ല, 1000 മാസക്കാലത്തിന്റെ ഇബാദത്ത് കൊണ്ട് തൗഫീഖ് ലഭിച്ചവരായി നമ്മൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് പറയാൻ ഏറ്റവും തരപ്പെട്ട വാക്ക്? ഒരു മുഅ്മിനിന്റെ നിലപാട് എന്താണ് എന്നാണ് ആ വാക്ക് നമ്മെ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദർ മാ അഖൂലു ഫീഹാ. അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് താങ്കൾ എനിക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്? ലൈലത്തുൽ ഖദറിനോട് ഞാൻ യോജിച്ചാൽ ഞാൻ എന്തു പറയണമെന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്? ലൈലത്തുൽ ഖദറിനോട് യോജിച്ചു വന്നാൽ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഖൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ,
അല്ലാഹുവേ നീ അഫുവാണ്. അഫുവുൻ, ഐനിന് ഫത്ഹ, ഫാഇന് ദമ്മ, വാവിന് ശബ്ദത്തോടു കൂടി 2 ദമ്മത്തുകൾ, അങ്ങനെയാണ് അഫുവുൻ. തുഹിബ്ബുൽ അഫ്വ, രണ്ടാമത്തെ വാക്ക് അഫ്വ, ഒന്നാമത്തേത് അല്ലാഹുവിന്റെ പേരാണ് അഫുവുൻ. അഫുവുൻ എന്ന് പറഞ്ഞാൽ അഫുവ് ചെയ്യുന്നവൻ. അഫുവ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ മുബാലഗ, അങ്ങേയറ്റം, ധാരാളമായി, കുറച്ചൊന്നുമല്ല, ധാരാളമായി അഫുവ് ചെയ്യുന്നവനാണ് അല്ലാഹ്. എന്താണ് അഫുവ് എന്ന വാക്കിന്റെ അർത്ഥം? അഫുവ് എന്ന് പറഞ്ഞാൽ മണലാരണ്യത്തിൽ നടന്നു പോകുന്ന യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കും. അവർ നടന്നു പോയിട്ടുള്ള വഴി അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ തെക്ക് നിന്നോ വടക്ക് നിന്നോ കാറ്റു വീശുമ്പോൾ അത് മുഴുവൻ മാഞ്ഞുപോയി, ഒരടയാളവും ബാക്കിയില്ലാതെ മുൻപുണ്ടായിരുന്ന അതേ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും. ഒരടയാളവും കാണാൻ കഴിയില്ല. ഇതിനാണ് അഫ എന്ന വാക്കറബിയിൽ ഉപയോഗിക്കുക. അല്ലാഹു അഫുവാൻ, വിട്ടുകൊടുക്കുന്നവൻ, മായ്ച്ചു കളയുന്നവൻ. അത്വം സുവൽ മഹു, അതാണ് അതിന്റെ അസ്വല്. വിട്ടുകൊടുക്കും, മായ്ച്ചു കളയും. വിട്ടുകൊടുക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാനതൊക്കെ വിട്ടു എന്ന് പറയാറുണ്ട്. നമ്മൾ വിട്ടുകൊടുത്താലും മനസ്സിനുള്ളിൽ എന്തെങ്കിലും ഒരൽപ്പം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ അഫു എന്ന വാക്ക് ഉപയോഗിക്കില്ല. അള്ളാഹു വിട്ടു തന്നാൽ, മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അത് ചികഞ്ഞുകൊണ്ടുവരില്ല. ആ രൂപത്തിൽ വിട്ടുതരുന്നവനാണ്, മാപ്പ് തരുന്നവനാണ് അള്ളാഹ്. വെറും മാപ്പ് തരിക എന്നുള്ളത് മാത്രമല്ല, ചെയ്തു പോയിട്ടുള്ളത് പുറത്തു തരികയും അവന്റെ കാരുണ്യം നമുക്ക് നൽകുകയും ചെയ്യുന്നത് കൂടിയാണ് അഫ്വ്. ആ അഫ്വിൽ ആഫിയത്ത് കൂടിയുണ്ട്. നമ്മുടെ തെറ്റുകൾ, അതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാനം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. മാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു ദുരിതവും നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ സമ്പാദിച്ചതിന്റെ ഫലമാണ്. വയഅഫു അൻ കസീർ, അധികവും അല്ല വിട്ടുപുറത്ത് തരുന്നതുമാണ്. അല്ല വിട്ട് തരുന്നത് കൊണ്ടാണ് ദുനിയാവിൽ നിങ്ങൾ നിലനിന്നു പോകുന്നത്. അല്ല വിട്ടു തന്നാൽ, പിന്നെ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് അഫ്വ് തന്നാൽ പിന്നെ ആഫിയത്താണ് പകരമുണ്ടാവുക. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് മലയാളത്തിൽ ഒരൊറ്റ വാക്കില്ല. എല്ലാ അർത്ഥത്തിലുമുള്ള സൗഖ്യം, എല്ലാ അർത്ഥത്തിലുമുള്ള സുഖം, അത് ദീനിലും ദുനിയാവിലും നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ ഇബാദത്തുകൾ സംരക്ഷിക്കപ്പെടുന്നത്, ഒരു രോഗവും ബാധിക്കാതെ നമ്മുടെ ശരീരം സംരക്ഷിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ സംരക്ഷണം, എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണത്തിന്റെ ഒറ്റ വാക്കാണ് ആഫിയത്ത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് പഠിപ്പിച്ചു കൊടുത്തത്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, എനിക്കൊരു അഫ്ളലായ ശ്രേഷ്ഠമായ ഒരു ദുആ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് സലില്ലാഹൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞു, വീണ്ടും വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എനിക്കിനി ശ്രേഷ്ഠമായ ഒരു ദുആ പഠിപ്പിച്ചതാ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ് സലില്ലാഹൽ ആഫിയ സലില്ലാഹൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലയോ അബ്ബാസേ, റസൂലുള്ളാന്റെ പിതൃവ്യ, അള്ളാഹുവിനോട് താങ്കൾ ദുനിയാവിലും ദീനിലും ആഫിയത്ത് ചോദിക്ക്, ദീനിലും ദുനിയാവിലും ആഫിയത്ത് ചോദിക്ക്. ഫഇന്നൽ ആഫിയത ലാ യഅദിലുഹാ ശൈ, അതിന് പകരം വെക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത്, സമയങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സമയം, രാത്രിയുടെ അന്ത്യയാമത്തിൽ സുദീർഘമായി നമസ്കരിച്ചിട്ട് അതിന്റെ അവസാനത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹിക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക്, അല്ലാഹുവേ നിന്റെ തൃപ്തി മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ. വബിഅഫ്വിക അൻ ഉഖൂബതിക്, നിന്റെ അഫ്വ് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. വബിമുആഫാതിക എന്ന റിവായത്ത് കാണാം,
വബിഅഫ്വിക എന്ന ആയിഷ ബീവിയുടെ റിവായത്തിൽ, ഇബ്നു ഖുസൈമയുടെ റിവായത്തിൽ കാണാം. വബിഅഫ്വിക അൻ ഉഖൂബതിക് മിൻ ഉഖൂബതിക്, നിന്റെ അഫ്വ് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ എന്ന്. സുജൂദിൽ അള്ളാഹുവിനോട് ഒരടിമ ഏറ്റവും അടുത്ത് കിടക്കുന്ന സമയം അത് സുജൂദാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട്, അത് തന്നെയും ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, ദീർഘമായി അള്ളാഹുവിന് സനാ ചെയ്തിട്ട് അവസാനത്തിലാണ്, എന്തുകൊണ്ടും സ്വീകരിക്കപ്പെടുന്ന, ഉത്തരം നൽകപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്, ഈ മുആഫാത്താണ്. അത് കിട്ടിയാൽ, അള്ളാഹ് പുറത്തു തന്നാൽ, വിട്ടു തന്നാൽ വിട്ടത് തന്നെയാണ്, പിന്നെ ചികയുന്നില്ല. അതാണ് അഫ്വ്. അള്ളാഹ് അത് ധാരാളമായി ചെയ്യുന്നവനാണ്, അവനാണ് അഫ്വുൻ. തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവേ നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നവനാണ്. രണ്ടാമത്തെ വാക്കിൽ അഫ്വ എന്നാണ്. ഐനിന് ഫത്ഹ, ഫാഇന് സുക്കൂന്, വാവിന് ഫത്ഹ. അഫ്വ, തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അഫ്വ് അതാണ്, വിട്ടുകൊടുക്കലാണ്. അത് സ്വന്തം നഫ്സിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവന്റെ പടപ്പുകൾ പരസ്പരം അഫ്വ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണല്ല. പടപ്പുകളിൽ നിന്ന് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് അഫ്വാൻ. ഫൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ വിട്ടുകൊടുക്ക്. വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭം എവിടെയെന്ന് അറിയോ? മുസ്തഹ റളിയല്ലാഹു തആല അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെലവിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ചെലവും നോക്കിയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വന്തം മകൾ എന്നതിലുപരി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ, അവരെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞ ആ കൂട്ടത്തിന്റെ കൂടെ നടന്നു ആരു? അദ്ദേഹവും മുസ്തഹും. അതുകൊണ്ട് ഇനി നിനക്കുള്ള ചെലവ് ഞാൻ തരില്ല എന്ന് പറഞ്ഞു മുടക്കി. എന്നാൽ അദ്ദേഹം തൗബ ചെയ്യുകയും മടങ്ങുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിലെല്ലാം നബിക്ക് വഹയിറങ്ങി, കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. അങ്ങനെ ഓരോ കാര്യത്തിലും അള്ളാഹു അവന്റെ കിതാബിൽ വിധി അവതരിപ്പിച്ചപ്പോ ഈ കാര്യത്തിലും ഒരു തീർപ്പ് കൽപ്പിച്ചു. ആ കൊടുക്കുന്നത് മുടക്കരുത്, അത് കൊടുത്തേക്ക്. ആ സന്ദർഭത്തിലാണ് ഫൽയഅഫു വൽയസ്ഫഹു. ഫൽയഅഫു, അങ്ങനെ കൊടുക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ചെയ്ത തെറ്റ് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പഴയതുപോലെ കൊടുത്തിട്ടുള്ള ചെലവും തിരിച്ചു കൊടുക്കണ്ടേ? അതിനെന്ത് വേണം? ഹൃദയത്തിൽ അഫുവാണ് വേണ്ടത്. വിട്ടുകൊടുക്കണം, മായ്ച്ചു കളയണം. ഒരസറും ഒരടയാളവും ബാക്കിയില്ലാത്ത വിധം മായ്ച്ചു കളയണം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ആ അഫ്വ് ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് ഫഅഫു അന്നി, റബ്ബേ എനിക്ക് നീ അഫ്വ് നൽകണേ എന്നാണ് ദുആ. ഇതാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുത്തത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد فاتقوا الله عباد الله. ലൈലത്തുൽ ഖദറിൽ ഇങ്ങനെ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തതിലുള്ള ഹിക്മത്ത് എന്താണ്? ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് തന്നെയാണ്. ഇബാദത്തുകൾ ധാരാളം ചെയ്തു, റമളാൻ മാസം മുഴുക്ക ചെയ്തു, ലൈലത്തുൽ ഖദറിലും ചെയ്തു. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയിൽ ഇബാദത്തിൽ മുഴുകി നിന്നു ലൈലത്തുൽ ഖദറിന്റെ ഫള് കിട്ടി. ആ നേരത്ത് എന്തു പറയണം? കുറെ കിട്ടിയല്ലോ, എന്ത് വേണം? അല്ലാഹുവേ അഫ്വ് നൽകണം, അഫ്വ് നൽകണം. അവിടെയാണ് ഒരു അടിമ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടിമയാകുന്നത്. അല്ലാഹുവിന്റെ അടിമ ഉബൂദിയത്തിന്റെ ഖാസ്സായ ഉബൂദിയത്തിന്റെ സാക്ഷാത്കരണം എന്ന് പറയുന്നത് അവിടെയാണ്. 2 കാര്യങ്ങൾ എപ്പോഴും അവൻ കണ്ടുകൊണ്ടിരിക്കും. ഒന്ന് മുശാഹദത്തുൽ മിന്ന, അല്ലാഹു നൽകുന്ന ഔദാര്യവും അനുഗ്രഹവും
എപ്പോഴും അവന്റെ കൺമുന്നിലുണ്ടാകും. രണ്ടാമത്തത് മുശാഹദത്തു തഖ്സീരി നഫ്സിഹി വഅയൂബിഹ, സ്വന്തം നഫ്സിന്റെ കുറ്റങ്ങളും കുറവുകളും അവൻ കാണും. ഇതെല്ലാ ആരാധനകളുടെയും എല്ലാ ഇബാദത്തുകളുടെയും മർമ്മമാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇതാണ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ സമ്മതിക്കുന്നു റബ്ബേ, എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം നിന്റെ മുന്നിൽ സമ്മതിക്കുന്നു. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അംഗീകരിക്കുന്നു, തന്റെ തെറ്റുകുറ്റങ്ങൾ സമ്മതിക്കുന്നു. ഈ രണ്ടും ചേരുമ്പോഴാണ് ഒരാളുടെ ഇബാദത്തുകൾ സംരക്ഷിക്കപ്പെടുന്നത്. ഇയ്യാക നഅ്ബുദുവിന്റെ കൂടെ ഇയ്യാക നസ്തഈൻ എന്നതുപോലെ കുറെ ചെയ്തു, ഇബാദത്ത് ചെയ്തു, അമ്പട ഞാൻ എന്തൊരു സംഭവമാണെന്ന് തോന്നിയാൽ എല്ലാം തകർന്നു പോകും. നേരെ മറിച്ച് റബ്ബേ എന്നെ കൊണ്ടാകുന്ന പോലെ ചെയ്തിട്ടുണ്ട്, സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന നിന്റെ ഇഷ്ടാണ്. അള്ളങ്ങാനും സ്വീകരിക്കാതിരുന്നാൽ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. കാരണം നമ്മളെല്ലാം അള്ളാന്റെ അടിമകൾ മാത്രമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ വലിയ അമലുകൾ ചെയ്യുന്നിടത്ത് അമ്പിയാക്കൾ ഈ കാര്യം ആവർത്തിക്കുന്നത് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയെ പടുത്തുയർത്തുന്ന സമയത്ത് അവർ രണ്ടുപേരും ദുആ ചെയ്തത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ എന്നാണ്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്, സ്വീകരിച്ചിരിക്കും, കൂലിയിട്ടിരിക്കും, റെഡിയാണെന്നല്ല, അള്ളാഹുവെ സ്വീകരിക്കണേ എന്നുള്ള ദുആയാണ്. ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, ഞങ്ങൾക്കതൊക്കെ പുറത്തു തരണം, തൗബ സ്വീകരിക്കണം. ഒരു പാപം ചെയ്ത നീറ്റ് വരെയല്ല, ഏറ്റവും വലിയൊരു പുണ്യം ചെയ്തിരിക്കുകയാണ്. ആ സമയത്തുള്ള ദുആ അതാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഒരു മുസ്ലിം ആദ്യം പറയേണ്ടത് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. ആ ഇസ്തിഗ്ഫാർ എന്തിനാണ്? ഒന്നൊന്ന് തിരിഞ്ഞു നോക്കൂ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോ നിസ്കരിച്ച നിസ്കാരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ, കുറ്റങ്ങളും കുറവുകളും ധാരാളം കാണാം. ഇതുപോലെ തന്നെ നമ്മുടെ നോമ്പിലും, റമദാനിലെ നമ്മുടെ പകലുകളിലെ നോമ്പിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചവരാണ് നമ്മൾ. രാത്രിയുള്ള നിസ്കാരങ്ങളിൽ ഒരുപാട് കുറവുകൾ സംഭവിച്ചവരാണ് നമ്മൾ. സ്വതക്കകളിൽ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ വാജിബാത്തുകളിലും കുറവുകൾ ധാരാളം സംഭവിച്ചവരാണ് നമ്മൾ. കുറവുകളും കുറ്റങ്ങളും നമ്മൾ സ്വയം ഒന്ന് എഴുതി കണക്ക് നോക്കിയാൽ കണക്ക് പുസ്തകം തികയില്ല. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ഒരുപാട് വീഴ്ചകൾ നമ്മളിൽ നിന്ന് വന്നുപോയി. അവിടെയൊക്കെ പരിഹാരം ഇനി റബ്ബിനോട് ചോദിക്കന്നെ. അതാണ് ആ മക്കാമിൽ ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, ഇത്രയൊക്കെ ഞാൻ ചെയ്തു റബ്ബേ, വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, നീ അഫുവാണ്, തുഹിബ്ബുൽ അഫ്വ, അഫുവിനെയാണ് നീ ഇഷ്ടപ്പെടുന്നത്, ഫഅഫു അന്നി, എനിക്ക് അഫുവ് നൽകണേ, എന്റേത് സ്വീകരിക്കണം, എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണം. ഈ ഒരു എളിമയും വിനയവുമാണ് കിബിറിൽ എത്താതിരിക്കാനുള്ള പോംവഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വാക്കുകളിലുള്ളത്. റമദാനിൽ നമുക്ക് വന്നിരിക്കുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ ഇതുപോലുള്ള ദുആകൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ. പ്രത്യേകിച്ച് രാത്രികൾ ജീവിപ്പിച്ച്, ഈയുള്ള രാത്രികളെല്ലാം ജീവിപ്പിച്ച് ഇബാദത്തുകൾ മുഴുകിയിരിക്കുന്ന സമയത്ത് ഈ ദുആയുടെ കാര്യം പ്രത്യേകം ഓർക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇനി ഈ സമയത്തിന്റെ അവസാനത്തിൽ, നോമ്പിന്റെ അവസാനത്തിൽ നമുക്കുള്ള അമലിയായി ഇതുപോലെ നമ്മുടെ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വഴി അമലുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ് സക്കാത്തുൽ ഫിത്ർ. തുഹറത്തുൽ ലിസ്സായിം മിനർ റഫസ് വല്ലഗ്വ് വതുഅമത്തുൽ ലിൽ മസാകീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്. നാട്ടിലുള്ള പട്ടിണി തീർക്കാൻ അതിനുള്ള ഒരു ചാരിറ്റി എന്നല്ല ആദ്യത്തെ വാക്ക്. ഒന്നാമത്തത് തുഹറത്തുൽ ലിസ്സായിം, ഒരു നോമ്പുകാരന്റെ ശുദ്ധീകരണമാണ്. തനിക്ക് സംഭവിച്ചു പോകുന്ന, വാക്കിലും നോക്കിലുമൊക്കെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അത് പരിഹരിക്കാനുള്ള, അതിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള തുഹറത്താണ്. സാഅം മിൻ തംർ ഔ സാഅം മിൻ തആം, നാട്ടിലെ കൂത്ത് പ്രധാന ഭക്ഷണത്തിൽ ഒരു സാഅ്, അതാണ് സക്കാത്തുൽ ഫിത്ർ. അത് കൊടുക്കേണ്ടത് ലൈലത്തുൽ ഈദ്, അതാണ് അതിന്റെ സമയം. ഈദിന്റെ രാവ് അഥവാ
പെരുന്നാളിന്റെ ഹിലാല് കാണുന്നത് മുതലാണ് അതിന്റെ സമയം തുടങ്ങുക. അതാണ് അതിന്റെ യഥാർത്ഥ സമയം. പേടിക്കണ്ട. അതിന്റെ 1-2 ദിവസം മുൻപ് കൊടുത്താൽ ഇജ്സാ, അത് വീടും ഇജ്സാ ഉണ്ടാകും. ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഹിലാല് പ്രഖ്യാപിച്ച ഹിലാല് കണ്ടതിന് ശേഷമുള്ള സമയം മുസല്ലയിലേക്ക് പോകുന്നതിന് മുൻപാണ്. കാരണം അത് തുഅമത്തുൽ ലിൽ മസാക്കീൻ, അന്ന് മിസ്കീന്മാർക്കുള്ള ഭക്ഷണമാണ്. മിസ്കീന്മാർക്കുള്ള ഭക്ഷണമാണ്. മുസ്ലിമീങ്ങളിൽ ആരും പട്ടിണി കിടക്കരുത് അന്ന്. അത് പെരുന്നാളിന്റെ ദിവസമാണ്. കാരണം ഈദിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ അയ്യാമു അക്ലിൻ വശുറുബ്, തിന്നാനും കുടിക്കാനുമുള്ള സമയമാണ്. വദിക്രിലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ദിക്ർ ചെല്ലേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് സക്കാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശർആക്കി കാണിച്ചു തന്നു. ഒരു സ്വാ ആണ് അതിന്റെ അളവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അളന്നിരുന്ന ആ അളവ് അതിന്റെ സനദോടുകൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന സാ തന്നെ നമ്മുടെ അടുക്കലുണ്ട്. അത് വെച്ച് അളന്ന അതിന്റെ വിഷയം തീരും. ഇനി എത്ര കിലോ ആണ്? ഒരിക്കൽ അളന്നാൽ 2,900 കിട്ടും. വേറൊരു അരി എടുത്ത് അളക്കുമ്പോൾ 3,100 കിട്ടും. പിന്നൊന്ന് അളക്കുമ്പോൾ ചിലപ്പോൾ 3,50 ആയിരിക്കും. ഇങ്ങനെ പല അളവ് കിട്ടും. അതുകൊണ്ട് കിലോ കണക്കിൽ പറയാൻ വകുപ്പില്ല. ഒരു സ്വാ എന്ന് നബി പറഞ്ഞു. ആ സ്വായിൽ അളന്നാൽ അതിന്റെ എല്ലാ ഹൈറും ബറക്കത്തും കിട്ടും. കാരണം മദീനത്തെ സ്വായിൽ അളവ് മാത്രമല്ല, മദീനത്ത് റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്ന സ്വാ ആ അളവിൽ വെറും അളവ് മാത്രമല്ല, അളവിനപ്പുറം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ, നമ്മുടെ ഈ സാഇൽ റബ്ബേ ബറക്കത്ത് നൽകണേ. വബാരിക് ലനാ ഫീ മുദ്ദിന വസാഇനാ വഫീ മദീനത്തിന എന്ന് ഹദീസുകളിൽ കാണാം. നമ്മുടെ ഈ മുദ്ദിൽ, നമ്മുടെ ഈ സ്വാഇൽ, നമ്മുടെ ഈ മദീനയിൽ ബറക്കത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തതാണ്. അതുകൊണ്ട് അതിൽ തന്നെ അളന്നാൽ ആ അളവും കിട്ടി, അതിന്റെ ഇജ്സാവും കിട്ടി, ബറക്കത്ത് വേറെയും കിട്ടും. അല്ലാതെ അളക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ അരികൾ അളന്നാൽ ഏതാണ്ട് ചിലപ്പോ 3 കിലോന്റെ ആ പരിസരത്ത് നിൽക്കും. ആ അളവ് കണക്കാക്കിയിട്ട് കൊടുത്താൽ വീടുകയും ചെയ്യും. വീടൂലെന്നല്ല, വീടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ, എല്ലാ ഇബാദത്തുകളും അതിന്റെ മർമ്മത്തിലേക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ റൂഹ മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അതിനാണ് ഞാൻ തുടക്കത്തിലെ അമ്പിയാക്കളുടെ മുഴുവൻ ദഅവത്തും അതിന്റെ ആകത്തുകയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലാണ് എന്ന കാര്യം ഉണർത്തിയത്. ഇതാണ് നമ്മുടെ ഇബാദത്തുകളിൽ മുഴുവനും വേണ്ടത്. ചെയ്യുമ്പോൾ ചെയ്ത കാര്യങ്ങളിൽ അഹങ്കാരം കൊണ്ട്, അവനവൻ വലിയ സംഭവമാണെന്ന് തോന്നൽ കൊണ്ട് നശിപ്പിച്ചു കളയാതിരിക്കണം. മറ്റുള്ളവരെയോ സ്വന്തം നഫ്സിനെയോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പങ്കുചേർക്കരുത്. അവസാനം വരെ അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ബാറകല്ലാഹു ലനാ വലക്കും ഫിൽ ഖുർആനിൽ കരീം വനഫഅനാ വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.